കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 13 വ്യാഴാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അറാദിൽ റെസ്റ്റോറൻറ്റിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 2 നില കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ മരണം 2 66 വയസ്സുകാരനായ ബഹ്റൈൻ പൗരനായ അലി അബ്ദുള്ള അലി അൽ ഹമീദ്, 42 വയസ്സുള്ള ബംഗ്ലാദേശ് പൗരനായ ഷൈമോൾ ചന്ദ്രശിൽ മൊനീന്ദ്ര എന്നിവരാണ് മരിച്ചത്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലെ തിരച്ചിലിനിടയിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ കിങ് ഹമദ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്തും പോലീസും ബഹ്റൈൻ സിവിൽ ഡിഫൻസും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അറാദിലെ സീഫ് മാളിന് സമീപത്തെ ബഹ്റൈനി റെസ്റ്റോറൻറ്റിലാണ് ഇന്നലെ വൈകിട്ട് 7:40 അപകടമുണ്ടായത്. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് സലൂണും പ്രവർത്തിച്ചിരുന്നു. ബിൽഡിംഗ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. സ്വദേശികളായ പൗരന്മാരുടെ ജീവിത ചെലവ് ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് വെച്ച ഡിസ്കൗണ്ട് കാർഡ് പദ്ധതിക്ക് ബഹ്റൈൻ പാർലമെൻറ്റ് അംഗീകാരം നൽകി. വിവിധ മേഖലകളിൽ നിന്ന് എതിർപ്പ് നേരിട്ട ഈ നിർദ്ദേശം മന്ത്രിസഭയുടെ തുടർ അനുമതിക്കായി നൽകിയിരിക്കുകയാണ്. സ്വദേശി പൗരന്മാരുടെ നിത്യജീവിതത്തിലെ ചെലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ അവശ്യ സാധനങ്ങൾ വാങ്ങൽ, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ടെലികമ്മ്യൂണിക്കേഷൻ, ഗതാഗതം തുടങ്ങിയവയിൽ ഡിസ്കൗണ്ട് അനുവദിക്കുന്ന പദ്ധതിക്കാണ് MP ഡോക്ടർ അലി അൽ നുഐമിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇത്തരമൊരു നിർദ്ദേശം സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഡിസ്കൗണ്ട് നിർദ്ദേശം പുനഃപരിശോധിക്കണമെന്നും ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ ആവശ്യപ്പെട്ടു. സർക്കാർ ഇതിനകം തന്നെ നേരിട്ടുള്ള സാമ്പത്തിക സഹായം, സബ്സിഡി സേവനങ്ങൾ, ക്ഷേമ പരിപാടികൾ എന്നിവയിലൂടെ പൗരന്മാർക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെയുള്ള അവശ്യ സേവനങ്ങൾ സൗജന്യമായാണ് നൽകുന്നതെന്നും ഇത് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് നൽകുന്ന സർക്കാരിൻ്റെ മികച്ച പിന്തുണകളാണെന്നും ധനകാര്യമന്ത്രി പറഞ്ഞു. ഗസയ്ക്ക് അടിയന്തര സഹായം നൽകാനുള്ള ദേശീയ ക്യാമ്പയിനുള്ള നിർദ്ദേശവുമായി പാർലമെൻറ്റ് MPമാർ രംഗത്ത്. ഇതിനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം MPമാർ പാർലമെൻറ്റിൽ ഏകകണ്ഠമായി അംഗീകരിച്ചു. ഗസയിലെ തകർന്ന വീടുകളിലേക്ക് മടങ്ങിപ്പോകുന്ന ജനതയ്ക്ക് മാനുഷിക പിന്തുണ നൽകുന്നതിനും സഹായ സാമഗ്രികൾ എത്തിക്കുന്നതിനുമുള്ള അടിയന്തര നീക്കങ്ങൾ ദേശീയ തലത്തിൽ ക്യാമ്പയിൻ നടത്തി സജ്ജമാക്കണമെന്ന നിർദ്ദേശത്തിനാണ് അംഗീകാരം നൽകിയത്. പാർലമെൻറ്റ് സെക്കൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ അഹമ്മദ് ഖരാദയും മറ്റ് 4 MPമാരുമാണ് ഗസയിൽ സാഹചര്യം മോശമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സഹായം നൽകാനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചത്. തുടർ അനുമതികൾക്കായി നിർദ്ദേശം മേൽക്കൗൺസിലിന് കൈമാറിയിരിക്കുകയാണ്. കാസ്ട്രോൾ മാഗ്നറ്റിക് ബഹ്റൈൻ അൽ കുവൈത്തിയുടെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിലെ വിവിധ പ്രദേശങ്ങളിലെ ഗാരേജ്, വർക്ക്ഷോപ്പ്, കാസ്ട്രോൾ ഔട്ട്ലെറ്റുകൾ എന്നിവിടങ്ങളിൽ അൽ ഹിലാൽ ഹെൽത്ത് കെയറുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മെക്കാനിക്സ് വെൽനസ് ക്ലിനിക്കിന് തുടക്കമായി. മൊഹറഗിലെ അൽ കുവൈത്തി കാസ്ട്രോൾ ഔട്ട്ലെറ്റിൽ നടന്ന ചടങ്ങിൽ പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് അൽ കുവൈത്തി ഡയറക്ടർമാരായ ഫവാസ് അൽ കുവൈത്തി, അലി യൂസഫ് അൽ കുവൈത്തി ജനറൽ മാനേജർ രാജേഷ് നമ്പ്യാർ, അൽ ഹിലാൽ CEO ഡോക്ടർ ശരത് ചന്ദ്രൻ, അൽ ഹിലാൽ മിഡിൽ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് ആസിഫ് മുഹമ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്നു. വർക്ക്ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അടുത്ത് നേരിട്ടെത്തി അവരുടെ ഷുഗർ, പ്രഷർ എന്നിവ പരിശോധിക്കുകയും അവർക്ക് ഇളവുകളോടെയുള്ള പരിശോധനാ സംവിധാനം ഒരുക്കുകയുമാണ് ഈ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. പരിശോധന നടന്നവർക്കുള്ള ആദ്യ പ്രിവിലേജ് കാർഡ് ഡോക്ടർ ശരത് ചന്ദ്രൻ കൈമാറി. ചടങ്ങിൽ വെൽനസ് ക്യാമ്പയിൻ ബഹ്റൈൻ കോർഡിനേറ്റർ രാജീവ് വള്ളിക്കോത്ത്, അൽ ഹിലാൽ മാർക്കറ്റിംഗ് ഹെഡ് ഉണ്ണി, അൽ കുവൈത്തി മാർക്കറ്റിംഗ് ജീവനക്കാരനായ ഹാരിസ്, മുഹമ്മദ് അജ്മൽ, ബാലു എന്നിവരും സംബന്ധിച്ചു. ബഹ്റൈനിലെ വിവിധ പ്രദേശങ്ങളിലെ കാസ്ട്രോൾ ഔട്ട്ലെറ്റുകളിലും വർക്ക്ഷോപ്പുകളിലും അടുത്ത 10 ദിവസങ്ങളിൽ ക്യാമ്പയിൻ തുടരും. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
ലുലു മണി, സ്നേഹപൂർവ്വം. ബഹ്റിൻ മലയാളി സ്വീറ്റ് വാട്ടർ കൂട്ടായ്മ ഹർക്കുലിയ വിരുന്ന് 2K25 സീസൺ 2 സ്നേഹസംഗമം മുഹറഗ് റാഷിദ് അൽ സയാനി മജ്ലിസ് ഹാളിൽ സംഘടിപ്പിച്ചു. ഹെർക്കുലിയ ഫെസ്റ്റ് സംഘാടക സമിതി ചെയർമാൻ MK അബ്ദുൾ റഹ്മാൻ പഡ്ല അധ്യക്ഷത വഹിച്ച യോഗം ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ബഹ്റിനിലെ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളെ പ്രതിനിധീകരിച്ച് സുബീർ കണ്ണൂർ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, സലീം തളങ്കര, ഷാഫി പാറക്കട്ട, ചെമ്പൻ ജലാൽ, മണി മാങ്ങാട്, സുനിൽകുമാർ, KT സലീം, അസൈനാർ കളത്തിങ്കൽ, KP മുസ്തഫ, അഹമ്മദ് കബീർ, PK ഹാരിസ് പഡ്ല, റിയാസ് പഡ്ല എന്നിവർ സന്നിഹിതരായിരുന്നു. കുടിവെള്ള വിതരണ രംഗത്ത് 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട മുതിർന്ന മെമ്പർമാരെ ആദരിച്ചു. സ്വീറ്റ് വാട്ടർ കൂട്ടായ്മയുടെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഫണ്ട് ഉദ്ഘാടനം സാമൂഹിക പ്രവർത്തകൻ ഷാഫി പാറക്കട്ടയിൽ നിന്ന് പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ റസാഖ് വിദ്യാനഗറിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് സുലൈമാൻ തളങ്കര ഏറ്റുവാങ്ങി. യോഗത്തിൽ സംഘാടക സമിതി കൺവീനർ ഖലീൽ ആലമ്പാടി സ്വാഗതവും ട്രഷറർ ഷാഫി ബഡ്കൻ നന്ദിയും പറഞ്ഞു. ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ നടത്തുന്ന തണലാണ് കുടുംബം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി റിഫ ഏരിയ സർഗസംഗമം സംഘടിപ്പിച്ചു. റൌഫ് കരൂപ്പടന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. PM അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ നൌഷാദ്, ബഷീർ MP, ഫസലുർ റഹ്മാൻ പൊന്നാനി, ഫൈസൽ, ഷമീർ റഹീം, അഹമ്മദ് റഫീഖ് എന്നിവർ ഗാനവും സുഹൈൽ റഫീഖിൻ്റെ നേതൃത്വത്തിൽ സംഘഗാനവും അവതരിപ്പിച്ചു. സജീർ കുറ്റ്യാടി കവിതാ പാരായണം നടത്തി. ഷരീഫ് കായണ്ണ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നസീം സബാഹ് ഖുർആൻ പ്രഭാഷണം നടത്തി. ഏരിയ പ്രസിഡന്റ് മൂസ K. ഹസൻ സമാപന പ്രഭാഷണം നടത്തി. ഷാഹുൽ പരിപാടി അവതാരകനായിരുന്നു.